ഹലോ ഓൾ. സോ നമുക്ക് SPCITയുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറിയിലുള്ള ഫ്രേസൽ വെർബ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രേസൽ വെർബ്സിൽ 100 ഫ്രേസൽ വെർബ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് പാർട്ട് 50 എണ്ണം. ഓക്കെ, അപ്പോൾ നമ്മളിതിന് മുമ്പ് ഇഡിയംസിൻ്റെ ക്ലാസ്സസ് ആണ് കണ്ടതല്ലേ. അപ്പോൾ ഇഡിയംസ് 100 ഇഡിയംസ് നമ്മൾ പഠിച്ചു. 100 ഇഡിയംസ് അതിൻ്റെ മീനിങ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഓരോ കോഡൊക്കെ വെച്ച് ഓർത്തിരിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രേസൽ വെർബ്സ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു 50 ഫ്രേസൽ വെർബ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആസ്ക് ഔട്ട്. ആസ്ക് ഔട്ട് എന്താണ്? ടു ഇൻവൈറ്റ് സംവൺ ഓൺ എ ഡേറ്റ്. ഇപ്പോൾ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രേസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുള്ള വേർഡ്സ്, ഓക്കെ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ഫ്രേസ് എന്ന് പറയുക. അപ്പോൾ ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഫ്രേസിന് ഒരു വേർബിൻ്റെ ആക്ഷൻ ആയിരിക്കും അത് കാണിക്കേണ്ടാവുക എന്നുള്ളതാണ് ഫ്രേസൽ വേർബ്. അപ്പോൾ ഒരു ആക്ഷനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ വേർഡ് തന്നെയാണ്. ആ ആക്ഷൻ വേർഡ് നമ്മളൊരു വേർബ് പറയുന്നതിന് പകരം അതൊരു ഫ്രേസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്രേസ് എന്ന് പറയുമ്പോൾ എന്താ, ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഒരുമിച്ച് വരുമ്പോഴാണ് ഫ്രേസ് ആവുക. ഏറ്റവും അധികം രണ്ട് വേർഡ്സ് ആണ് കൂടുതലായിട്ടും ഫ്രേസ് എന്ന് പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുക. രണ്ട് മാത്രമല്ല, രണ്ടിൽ കൂടുതൽ, പുട്ട് അപ്പ് വിത്ത് എന്നൊക്കെ ഉള്ളത് വരുമ്പോൾ 3 വേർഡ്സ് വരാം. അപ്പോൾ ഒന്നിൽ കൂടുതലായിട്ടുള്ള വേർഡ്സ്, 2 or 3 വേർഡ്സ് ഒരുമിച്ച് വരുന്നു. അപ്പോൾ അതിനെന്താ നമ്മളൊരു ഫ്രേസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഫ്രേസ് ഒരു വേർബിൻ്റെ ആക്ഷനാണ്, ഒരു വേർബിൻ്റെ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ, അഥവാ ഒരു ആക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കെന്താ പറയാം, ഇതൊരു ഫ്രേസൽ വേർബ് ആണെന്ന് പറയാം. ഓക്കെ, ഫ്രേസൽ വേർബ്. ഫ്രേസൽ വേർബ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫ്രേസ് ആണ്, അതായത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, അത് ചെയ്യുന്നത് ഒരു വേർബിൻ്റെ ജോലിയാണ്. അതായത് ഒരു ആക്ഷൻ വേർഡിൻ്റെ ഒരു മീനിങ് ആണ് ആ ഒരു ഫ്രേസിന് വരിക. ഇങ്ങനെയുള്ളതിനാണ് എന്ത് പറയുക, ഫ്രേസൽ വേർബ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ എന്താ പറഞ്ഞത്? ആസ്ക് ഔട്ട് അല്ലേ. ആസ്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താ? ടു ഇൻവൈറ്റ് സംവൺ ഓൺ എ ഡേറ്റ്. ടു ഇൻവൈറ്റ് സംവൺ ഓൺ എ ഡേറ്റ്. ഓക്കെ, ഒരാളെ ക്ഷണിക്കുക. ഓക്കെ, എക്സാമ്പിൾ, ഹി ഫൈനലി ആസ്ക്ഡ് ഹെർ ഔട്ട് ടു ഡിന്നർ. ഒരാളെ നമ്മൾ ഒരു ഡേറ്റിന്, ഒരു ഡിന്നറിനോ അല്ലെങ്കിൽ ഒരു ലഞ്ചിനോ ഒരു കോഫിക്കോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുന്നതാണ് ആസ്ക് ഔട്ട്. ഓക്കെ, ആസ്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു ഡേറ്റിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഡേറ്റിന് നമ്മൾ ആരെങ്കിലും ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നു, ക്ഷണിക്കുന്നു എന്നുള്ളതാണ് എന്ത് വരിക, ആസ്ക് ഔട്ട്. ഓക്കെ, ആസ്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ to invite someone on a date. So he finally asked her out to dinner. Asked her out. കണ്ടോ? അപ്പോൾ asked out എന്നുള്ളതാണ് ഫ്രേസൽ വേർബ്. പക്ഷേ asked her out എന്നാണ് വന്നത്. അതായത് എന്താണ്? ഫ്രേസൽ വേർബ് എപ്പോഴും അടുത്ത് തന്നെ 2 വേർഡ്സ് നിൽക്കണം എന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഹെർ എന്നുള്ള ഒബ്ജക്റ്റ് ഇതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു പ്രൊനൗൺ ഹെർ എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. ആസ്ക് ഇപ്പുറത്തും ഔട്ട് അപ്പുറത്തുമാണ്. അത് പ്രശ്നമില്ല. ഓക്കെ, ഫ്രേസൽ വേർബ്സ് എപ്പോഴും ഒരുമിച്ച് തന്നെ നിൽക്കണം എന്നില്ല, അതിൻ്റെ ഇടയിൽ വേറെ വേർഡ്സും വരാം. ഓക്കെ, സോ ആസ്ക് ഔട്ട് എന്ന് തന്നെ വേണമെന്നില്ല. ആസ്ക്ഡ് ഹെർ ഔട്ട് എന്ന് വന്നാലും ഇവിടെ ഫ്രേസൽ വേർബ് ആസ്ക്ഡ് ഔട്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തൊട്ടടുത്തടുത്ത് വരണം എന്നില്ല, അതിൻ്റെ ഇടയിൽ വേറെ വേർഡ്സ് കയറിയാലും വിഷയമില്ല. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? ബാക്കപ്പ്. ബാക്കപ്പ് എന്താണ്? ബാക്കപ്പ് ടു സപ്പോർട്ട് ഓർ ഡിഫെൻഡ് സംവൺ ഓർ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് ബാക്കപ്പ്. ഓക്കെ, ടു സപ്പോർട്ട് ഓർ ഡിഫെൻഡ് സംവൺ ഓർ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തെയോ ഒരു വ്യക്തിയെയോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ബാക്കപ്പ് എന്ന് പറയുക. ഒരാളെ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അയാളുടെ ഒരു ആർഗ്യുമെൻറ്റിനെ അല്ലെങ്കിൽ അയാളുടെ ഒരു ശൈലിയെ, അയാളുടെ ഒരു രീതിയൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ രാജ്യങ്ങളെയൊക്കെ, ഓക്കെ, ഐ ബാക്കപ്പ് ചൈന അല്ലെങ്കിൽ ഐ ബാക്കപ്പ് റഷ്യ, ഐ ബാക്കപ്പ് UK എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ നയങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെയോ എന്തെങ്കിലും ഒരു മനുഷ്യനെയോ ഒരാളെയോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ബാക്കപ്പ് വരിക. യെസ്, സോ എക്സാമ്പിൾ, ഐ വിൽ ബാക്ക് യു അപ്പ് ഓൺ ദിസ് ഡിസിഷൻ. ഓക്കെ, ഐ വിൽ ബാക്ക് യു അപ്പ് ഓൺ ദിസ് ഡിസിഷൻ. ഇവിടെ ആയാലും ബാക്കപ്പ് എന്നുള്ളത് ഒരുമിച്ചല്ലല്ലോ വന്നിരിക്കണത്. ബാക്ക് യു അപ്പ് ഉണ്ടോ? അപ്പോൾ ഫ്രേസൽ വേർബ്സ് എപ്പോഴും അടുത്തടുത്ത് വരണമെന്ന് നിർബന്ധമില്ല. ബാക്ക് അപ്പ് എന്ന് വന്നതിൽ ബാക്ക് യു അപ്പ് എന്നുള്ളത് വരാം. ഇടയ്ക്കൊരു പ്രൊനൗൺ കയറി വന്നാലും പ്രശ്നമില്ല, അത് ഓർക്കുക കേട്ടോ. സോ ഐ വിൽ ബാക്ക് യു അപ്പ് ഓൺ ദിസ് ഡിസിഷൻ. ഈ ഒരു തീരുമാനത്തിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ നിന്നെ ബാക്കപ്പ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അടുത്തത് ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്താണ്? ടു സ്റ്റോപ്പ് വർക്കിംഗ് പ്രോപ്പർലി.
ടു സ്റ്റോപ്പ് വർക്കിംഗ് പ്രോപ്പർലി. എന്തെങ്കിലും ഒരു കാര്യം നേരെ ചൊവ്വേ നടന്നു പോയതാണ്, പക്ഷെ അത് ബ്രേക്ക് ഡൗൺ ആയി എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ വർക്ക് ആവുന്നില്ല. ഇപ്പം നമ്മൾ കാറൊക്കെയാണ് എക്സാമ്പിൾ അല്ലേ, കാറൊക്കെ ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോപ്പർലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, പെട്ടെന്ന് സഡൻലി അത് സ്റ്റോപ്പ് ആയി എന്നുള്ളതാണ്. ഇനി എക്സാമ്പിൾ എന്താ, മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ ടു വർക്ക്. മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ ടു വർക്ക്. കാർ എന്ത് ചെയ്തു, നമ്മൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ആയി. ഓക്കെ, പ്രോപ്പർലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നതാണ് ബ്രേക്ക് ഡൗൺ. അടുത്തത് ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് എന്താണ്, ടു മെൻഷൻ സംതിങ് ഇൻ കോൺവെർസേഷൻ. ടു മെൻഷൻ സംതിങ് ഇൻ എ കോൺവെർസേഷൻ. എക്സാമ്പിൾ നോക്കി, ഐ ഡോണ്ട് ലൈക്ക് ടു ബ്രിങ് അപ്പ് പൊളിറ്റിക്സ് അറ്റ് ദ ഡിന്നർ ടേബിൾ. ഡിന്നർ ടേബിളിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല, പൊളിറ്റിക്സ് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല ഓൺ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു കോൺവെർസേഷനിടയിൽ മെൻഷൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ബ്രിങ് അപ്പ്. ഓക്കെ, ബ്രിങ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കാര്യം ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്യുക, ഒരു ടോപ്പിക്ക് കൊണ്ടുവരിക. ഓക്കെ, ഒരു കോൺവെർസേഷനോ സംസാരത്തിൽ ഒരു ടോപ്പിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്രിങ് അപ്പ്. അടുത്തത് കോൾ ഓഫ്. കോൾ ഓഫ് എന്താണ്, കോൾ ഓഫ് ടു ക്യാൻസൽ ആൻ ഇവൻറ്റ് ഓർ മീറ്റിംഗ്. ഒരു ഇവൻറ്റോ ഒരു മീറ്റിങ്ങോ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതാണ്. ഓക്കെ, ടു ക്യാൻസൽ ആൻ ഇവൻറ്റ് ഓർ മീറ്റിംഗ്. എക്സാമ്പിൾ, ദേ ഹാഡ് ടു കോൾ ഓഫ് ദ മീറ്റിംഗ് ബിക്കോസ് ഓഫ് ബാഡ് വെദർ. ബാഡ് വെദർ കാരണം മീറ്റിംഗ് അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ടു ക്യാൻസൽ ആൻ ഇവൻറ്റ് ഓർ മീറ്റിംഗ്. ഒരു ഇവൻറ്റോ മീറ്റിങ്ങോ ക്യാൻസൽ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, കോൾ ഓഫ് എന്ന് പറയാം. കോൾ ഓഫ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, കോൾ ഓഫ് എന്നുള്ളതുമായിട്ട് ആ ഒരു വേർഡ് മീനിങ്ങുമായിട്ട് വലിയ ബന്ധമില്ല അല്ലേ. ഇപ്പോൾ എനിക്ക് ഫ്രേസൽ വെർബ്സ് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും അത് തന്നെയാണ്. ആ വേർഡ് മീനിങ്ങുമായിട്ട് അതിൻ്റെ ലിറ്ററൽ മീനിങ്ങുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതായിരിക്കും ആ ഫ്രേസൽ വെർബ് എന്താണ് കൊണോട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ പഠിക്കുക, ഓരോന്നും എന്താണെന്നുള്ളത് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു മാർഗ്ഗം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 5 എണ്ണം വെച്ചിട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണം വെച്ചിട്ടെങ്ങാനും ഒരു ദിവസം ഫ്രേസൽ വെർബ് പഠിച്ചു പോവുക. ഓക്കെ, പിന്നീട് എന്തെങ്കിലുമൊക്കെ യൂസേജിൽ നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ബാക്ക് യു അപ്പ് എന്നൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിക്കുന്നുണ്ടോ, പക്ഷെ അത് ഫ്രേസൽ വെർബ് ആണെന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, തിരിച്ചറിയുന്നുണ്ടാവില്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ ഇനി വായിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഓക്കെ, ഇതിൽ ഏതാണ് ഫ്രേസൽ വെർബ് വരുന്നുണ്ടോ എന്നുള്ളത്. സ്റ്റോറീസ് ഒക്കെ വായിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രേസൽ വെർബ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കുറേ ഫ്രേസൽ വെർബ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം ഓറിയൻറ്റായിട്ട് പഠിക്കുമ്പോൾ ഒരു 3 എണ്ണം വെച്ചിട്ട് ഡെയിലി 3-5 എണ്ണം വെച്ചിട്ട് നമ്മൾ ഡെയിലി പഠിച്ചു പോകുന്നതാണ് നല്ലത്. ഓക്കെ, അതുപോലെ തന്നെ റിവൈസ് ചെയ്യാം, എന്നാലാണ് ഓർത്തിരിക്കുള്ളൂ. ഇനി ക്യാച്ചപ്പ്. അടുത്തത് ക്യാച്ചപ്പ് എന്താണ്, ടു റീച്ച് ദ സെയിം ലെവൽ ആസ് സംവൺ ഓർ സംതിങ് എൽസ്. ഓക്കെ, ടു റീച്ച് ദ സെയിം ലെവൽ ആസ് സംവൺ ഓർ സംതിങ് എൽസ്. എക്സാമ്പിൾ, ഐ നീഡ് ടു ക്യാച്ചപ്പ് ഓൺ മൈ റീഡിങ്. അപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു ലെവലിൽ എത്തിച്ചേരണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ഇനി മുതൽ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ എത്തണം, അല്ലെങ്കിൽ മറ്റൊരാൾ നിൽക്കുന്ന ഒരു ലെവലുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരാൾ നിൽക്കുന്ന ലെവലിലേക്ക് എനിക്കും എത്തണം, ആ ഒരു പൊസിഷനിലേക്ക് എനിക്കും എത്തണം എന്നൊക്കെ പറയുന്നതാണ് ക്യാച്ചപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ശീലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുക. ഓക്കെ, ഐ ഹാവ് ടു ക്യാച്ചപ്പ് മൈ റീഡിങ്, ഐ ഹാവ് ടു ക്യാച്ചപ്പ് മൈ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ച് പിടിക്കുക. ആ ഒരു നമ്മൾ മുമ്പായിരുന്ന ഒരു കാര്യം തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്ക് നമ്മൾ എത്തുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്യാച്ചപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ചെക്ക് ഇൻ എന്താണ്, ടു അറൈവ് അറ്റ് ആൻഡ് രജിസ്റ്റർ അറ്റ് എ ഹോട്ടൽ, എയർപോർട്ട് ഓർ ഹോസ്പിറ്റൽ. നമ്മൾ എയർപോർട്ടിലൊക്കെയാണ് സാധാരണ ചെക്ക് ഇൻ പറയുക അല്ലേ, അതുപോലെ ഹോട്ടലിലൊക്കെ പോകുമ്പോഴും നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുക. അപ്പോൾ ഹോസ്പിറ്റലിലോ എയർപോർട്ടിലോ ഹോട്ടലിലോ ഒക്കെ നമ്മൾ കയറി കഴിയുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ആ ഒരു ചെക്കപ്പാണ് ചെക്ക് ഇൻ. അറൈവ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. വി നീഡ് ടു ചെക്ക് ഇൻ അറ്റ് ദ ഹോട്ടൽ ബിഫോർ വി ഗോ സൈറ്റ് സീയിങ്. നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകുന്നതിന് മുന്നേ ആദ്യം പോയിട്ട് ഹോട്ടലിൽ എന്ത് ചെയ്യണം, ചെക്ക് ഇൻ ചെയ്യണം. അടുത്തത് ചിയറപ്പ്. എന്താണ് ചിയറപ്പ്, ടു മേക്ക് സംവൺ ഫീൽ ബെറ്റർ. എന്താണ്, ആരെങ്കിലും ഒരാളെ ഒരു ഒരു ബെറ്റർ ഫീലിംഗ് അവർക്ക് കൊടുക്കുക, അവരെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളതാണ് ചിയറപ്പ്. എന്താണ്, ടു മേക്ക് സംവൺ ഫീൽ ബെറ്റർ. ഓക്കെ, ഒരാളെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കി എടുക്കുക, ഓക്കെ ആക്കി എടുക്കുക. അയാൾക്ക് ഫീൽ ചെയ്യുന്നത് ഒപ്പം ഒരാൾ വയ്യാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അയാളെ കൂടെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് അയാളെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുക, അയാളൊന്ന് ഫീലിംഗ് ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് അയാളെ ആക്കിയെടുക്കുക. അതാണ് ചിയറപ്പ്. ഓക്കെ,
ഇനി എക്സാമ്പിൾ, ഐ ട്രൈ ടു ചിയർ ഹിം അപ്പ് ബൈ ടെല്ലിങ് ഹിം എ ജോക്ക്. അപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാളാണ്, നമ്മൾ എന്ത് ചെയ്തു, ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് അയാളെ ഒന്ന് ചിയറപ്പ് ആക്കി എടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ക്ലീനപ്പ്. ക്ലീനപ്പ് എന്താണ്? ടു ടൈഡി ആൻഡ് ക്ലീൻ എ പ്ലേസ്. ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ഏരിയ നമ്മൾ വൃത്തിയാക്കി എടുക്കുക. ഓക്കെ, ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ക്ലീൻ അപ്പ്, ക്ലീനപ്പ്. എക്സാമ്പിൾ, വി നീഡ് ടു ക്ലീൻ അപ്പ് ദ കിച്ചൺ ബിഫോർ ഗസ്റ്റ് അറൈവ്. ഗസ്റ്റ് വരുന്നതിന് മുന്നേ കിച്ചൺ എല്ലാം നമുക്ക് ക്ലീനപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അടുത്തത് കട്ട് ഓഫ്. കട്ട് ഓഫ് എന്താണ്? കട്ട് ഓഫ് ടു സ്റ്റോപ്പ് ഓർ ഇൻറ്ററപ്റ്റ് സംവൺ ഓർ സംതിങ്. ദ ടീച്ചർ കട്ട് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് സെൻറ്റൻസ്. എന്താണ്? ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കയറി കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ് ചെയ്യുക. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കട്ട് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുക. കട്ട് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ കയറി സംസാരിച്ച് അയാളുടെ സംസാരം ബ്രേക്ക് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി ഇൻറ്ററപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻറ്ററപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇടയിൽ കയറി ഇടപെടുക. ഓക്കെ, അത് അയാളുടെ ഒരു ഫ്ലോ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇടപെടുക. അതാണ് എന്ത്? കട്ട് ഓഫ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? ദ ടീച്ചർ കട്ട് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ സെൻറ്റൻസ്. സ്റ്റുഡൻറ്റ് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു? ടീച്ചർ അതിൻ്റെ ഇടയിൽ കയറി ഇൻറ്ററപ്റ്റ് ചെയ്തു. അത് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സ്റ്റുഡൻറ്റിന് സാധിച്ചില്ല. ഓക്കെ, അതാണ് ദ ടീച്ചർ കട്ട് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് സെൻറ്റൻസ്. ഓക്കെ അല്ലേ? അടുത്തത് ഇപ്പം ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആസ്ക് ഔട്ട്, ബാക്കപ്പ്, ബ്രേക്ക് ഡൗൺ, ബ്രിങ് അപ്പ്, കോൾ ഓഫ്. ഓക്കെ, അടുത്തത് ക്യാച്ചപ്പ്, ചെക്ക് ഇൻ, ചിയർ അപ്പ്, ക്ലീൻ അപ്പ്, കട്ട് ഓഫ്. ഇത്ര എണ്ണം ഓക്കെ അല്ലേ? അടുത്തത് കം അക്രോസ്. കം അക്രോസ് എന്താണ്? ടു ഫൈൻഡ് ഓർ മീറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളെയോ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ കം അക്രോസ് എന്നാണ് പറയുക. ഓക്കെ, കം അക്രോസ് എന്താണ്? ടു ഫൈൻഡ് ഓർ മീറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി. എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഒരാളെ സർപ്രൈസ് ആയിട്ട് മീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് തീരെ പ്രതീക്ഷിക്കാത്തൊരു മീറ്റപ്പോ കണ്ടെത്തലോ ഒക്കെ ആയിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? കം അക്രോസ് എന്ന് പറയുക. എക്സാമ്പിൾ എന്താ? ഐ കെയിം അക്രോസ് ആൻ ഓൾഡ് ഫ്രണ്ട് ഓൺ മൈ വേ ടു വർക്ക്. ഐ കെയിം അക്രോസ് ആൻ ഓൾഡ് ഫ്രണ്ട് ഓൺ മൈ വേ ടു വർക്ക്. ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കാണാനിടയായി. ഓക്കെ, അതാണ് കെയിം അക്രോസ്. ഇവിടെ നോക്കിയേ, കെയിം അക്രോസ് എന്നാണ് പാസ്റ്റ് ടെൻസ് ആക്കിയിരിക്കുന്നു. ഫ്രേസൽ വെർബ്സിനെ പാസ്റ്റ് ടെൻസ് ആക്കാം. ഓക്കെ, ഫ്രേസൽ വെർബ്സ് എപ്പോഴും നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ ഉപയോഗിക്കാവുന്നൊന്നുമില്ല. ഫ്രേസൽ വെർബ്സിനെ പ്രസൻറ്റ് ടെൻസ് ആക്കാം, പാസ്റ്റ് ആക്കാം, ഫ്യൂച്ചർ ആക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ മാറ്റാം. സാധാരണ രീതിയിൽ ഒരു വേർബിനെ നമ്മൾ എങ്ങനെയാണോ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുക, അതേ രീതിയിൽ തന്നെ ഫ്രേസൽ വെർബിനെ എന്ത് ചെയ്യാം? പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കം അക്രോസ് എന്നുള്ളത് കെയിം അക്രോസ് എന്നാവും പാസ്റ്റ് ആക്കുമ്പോൾ, അല്ലെങ്കിൽ വിൽ കം അക്രോസ് എന്നാവും ഫ്യൂച്ചർ ആക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഫ്രേസൽ വെർബ് ആണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ടെൻസസിൽ യൂസ് ചെയ്യാം. ഇനി എന്താണ്? കം അപ്പ് വിത്ത്. ഇവിടെ നോക്കിയേ, 3 വേർഡ്സ് വന്നു അല്ലേ? കം അപ്പ് വിത്ത് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് ആയപ്പോൾ 3 വേർഡ്സ് വന്നു. സോറി, കം അപ്പ് വിത്ത് ആയപ്പോൾ 3 വേർഡ്സ്. ഇപ്പോൾ ഫ്രേസൽ വെർബ്സിൽ 2 എണ്ണം തന്നെ വേണമെന്നില്ല, 3 എണ്ണം വരാം. ഇത് 3 എണ്ണം വന്നിട്ടുള്ളതാണ്. കം അപ്പ് വിത്ത് എന്താണ് മീനിങ്? ടു തിങ്ക് ഓഫ് ഓർ സജസ്റ്റ് എൻ ഐഡിയ ഓർ പ്ലാൻ. എന്തെങ്കിലും ഒരു പ്ലാനോ ഒരു ഐഡിയയോ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ടു തിങ്ക് ഓഫ് ഓർ സജസ്റ്റ് എൻ ഐഡിയ ഓർ പ്ലാൻ, അതാണ് കം അപ്പ് വിത്ത്. ഐ കം അപ്പ് വിത്ത് എൻ ഐഡിയ, ഐ കെയിം അപ്പ് വിത്ത് എൻ ഐഡിയ എന്നൊക്കെ വെച്ചാൽ ഞാനൊരു പുതിയൊരു ഐഡിയയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എഴുന്നേറ്റ് ഒന്ന് റേസ് ചെയ്യുന്നു, അതാണ്. ഓക്കെ, സംസാരിക്കുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു, ആ ഒരു കാര്യം റേസ് ചെയ്യുന്നതാണ് എന്ത്? കം അപ്പ് വിത്ത്. എന്താണ് എക്സാമ്പിൾ? വി നീഡ് ടു കം അപ്പ് വിത്ത് എ ന്യൂ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇനി നമ്മളൊരു പുതിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുമായിട്ട് വരേണ്ടതുണ്ട്. ദെൻ കൗണ്ട് ഓൺ. കൗണ്ട് ഓൺ എന്താണ്? ടു റിലൈ ഓൺ സംവൺ ഓർ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തെ റിലൈ ചെയ്യുക. നമ്മളൊരു കാര്യം ആശ്രയിച്ച് നിൽക്കുക, ഏതെങ്കിലും ഒരു കാര്യത്തിൽ റിലൈ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്, ഓക്കെ, അതിനെ ആശ്രയിച്ചാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ എന്ത് വരും? ടു റിലൈ ഓൺ സംവൺ ഓർ സംതിങ് എന്ന് വരും. ടു റിലൈ, ഓക്കെ, ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ആശ്രയം, അതാണ്. എക്സാമ്പിൾ, ഐ ക്യാൻ ഓൾവേസ് കൗണ്ട് ഓൺ മൈ ബെസ്റ്റ് ഫ്രണ്ട് ടു ഹെൽപ്പ് മീ. എന്താണ്? ഐ ക്യാൻ ഓൾവേസ് കൗണ്ട് ഓൺ മൈ ബെസ്റ്റ് ഫ്രണ്ട് ടു
ഹെൽപ്പ് മീ. എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആ ഒരാളെ റിലൈ ചെയ്യാം അല്ലേ, ആ ഒരാളെ ആശ്രയിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, പ്രശ്നം വന്നു അല്ലേ, അറ്റ് എനി ടൈം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരാളെ വിളിക്കാം, സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് എന്താണ്, ഒരു ആശ്വാസമാണ്. ഓക്കെ, അങ്ങനെയുള്ളതിന് റിലൈ ചെയ്യാൻ പറ്റും, ഏത് സമയത്ത് വേണമെങ്കിലും റിലൈ ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ്. റിലൈ ചെയ്യാൻ മീൻസ് ആശ്രയിക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അതൊരു ആശ്വാസമാണ് എന്നുള്ളതാണ് എന്ത്, കൗണ്ട് ഓൺ. ഓക്കെ, കൗണ്ട് ഓൺ സംവൺ എന്ന് വെച്ചാൽ റിലൈ ഓൺ സംവൺ. ഓക്കെ, നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളത് നമുക്ക് എപ്പോഴും എന്താണ്, ഒരു ആശ്വാസമാണ്, ഒരു കൗണ്ട് ഓൺ ആണ്. ഇനി ക്യാരി ഓൺ എന്ന് വെച്ചാൽ എന്താണ്, ടു കണ്ടിന്യൂ ഡൂയിങ് സംതിങ്. ക്യാരി ഓൺ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ടു കണ്ടിന്യൂ ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ക്യാരി ഓൺ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ നടക്കട്ടെ, ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. എക്സാമ്പിൾ, ഹി ടോൾഡ് ഹർ ടു ക്യാരി ഓൺ വിത്ത് ഹർ വർക്ക്. എന്ന് പറഞ്ഞു, നിൻ്റെ ജോലി തുടർന്നോളൂ എന്ന് പറഞ്ഞു. ക്യാരി ഓൺ നമ്മൾ മലയാളത്തിൽ എന്താ, നടക്കട്ടെ, ശരി, ഇപ്പം ജോലി ചെയ്യുകയാണെങ്കിൽ നടക്കട്ടെ എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തോളൂ, അതാണ് ക്യാരി ഓൺ. ഇനി ഡീൽ വിത്ത് എന്താണ്, ടു ഹാൻഡിൽ ഓർ മാനേജ് എ പ്രോബ്ലം ഓർ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമോ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക, അതാണ് ഡീൽ വിത്ത് സംവൺ. അല്ലെങ്കിൽ ഒരു മനുഷ്യനുമായിട്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യമായിട്ടോ ഒരു പ്രശ്നമായിട്ടോ ഒക്കെ നമുക്ക് ഡീൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഡീൽ വിത്ത്. ഓക്കെ, ഡീൽ വിത്ത് എ സിറ്റുവേഷൻ, ഡീൽ വിത്ത് എ പേഴ്സൺ എന്നൊക്കെ വെച്ചാൽ എന്താണ്, ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ ഒരു പ്രശ്നമോ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നേരിടുന്നു, നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡീൽ വിത്ത്. ഓക്കെ, യെസ്. സോ എന്തൊക്കെയാണ് പഠിച്ചത്, കം അക്രോസ്, കം അപ്പ് വിത്ത്, കൗണ്ട് ഓൺ, ക്യാരി ഓൺ ആൻഡ് ഡീൽ വിത്ത്. ഓക്കെ, ഇനി അടുത്തേക്ക് പോവാം. ഡു എവേ വിത്ത്, വീണ്ടും 3 വേർഡ്സ് ഉള്ളതാണ്. ഡു എവേ വിത്ത്, എന്താണ് ഡു എവേ വിത്ത്, ടു ഗെറ്റ് റിഡ് ഓഫ് സംതിങ്. ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുക, ഒരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഡു എവേ വിത്ത്. എവേ എന്ന് വെച്ചാൽ എന്താണ്, അകന്ന് നിൽക്കുക എന്നുള്ളൊരു മീനിങ് അല്ലേ. അകന്ന് നിൽക്കുക, എവേ ഫ്രം സംതിങ്, അല്ലെങ്കിൽ ത്രോ എവേ, ദൂരേക്ക് എറിഞ്ഞ് കളയുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ നിന്നും അകന്ന് മാറി നിൽക്കുക, അതൊക്കെയാണ് എവേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഓർത്താൽ മതി. ടു എവേ വിത്ത് എന്നുള്ളത് ഗെറ്റ് റിഡ് ഓഫ് സംതിങ്, ഒരു കാര്യം എനിക്ക് വേണ്ടാൻ തീരുമാനിച്ചാൽ പിന്നെ എന്താണ്, അതിൽ നിന്ന് അകന്ന് നിൽക്കുക. അപ്പോൾ ലഹരിയിൽ നിന്നൊക്കെ നമ്മൾ പറയാം, ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഡ്രഗ്സോ, അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഡു എവേ വിത്ത്, എന്താണ്, അകന്ന് നിൽക്കുക, ഒഴിവാക്കുക. ഓക്കെ, they decided to do away with the old furniture and buy new. എന്താണ്, പഴയ ഫർണിച്ചേഴ്സ് എല്ലാം മാറ്റിയിട്ട് അതെല്ലാം അകന്ന് നിൽക്കുക, കളഞ്ഞിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. കളഞ്ഞിട്ട് എന്ത് ചെയ്തു, പുതിയത് വാങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ സിറ്റുവേഷൻസ് പലതും വരാം. ഇനി അടുത്തത് ഡ്രസ് അപ്പ് എന്താണ്, ടു വെയർ ഫോർമൽ ക്ലോത്ത്സ് ഓർ മേക്ക് വൺ സെൽഫ് ഗുഡ് ബെറ്റർ. ഓക്കെ, ലുക്ക് ബെറ്റർ. നമ്മളുടെ ഫോർമൽസ് ഒക്കെയാണ് നമ്മൾ എപ്പോഴും ഡ്രസ്സപ്പ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു നോർമൽ കാഷ്വൽ വെയർ അല്ലാതെ കുറച്ച് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വരുമ്പോഴാണ് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുക എന്ന് പറയുക. യൂഷ്വലി ഒരു ഫോർമൽ ഡ്രസ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ കുറച്ച് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴാണ് ഡ്രസ്സപ്പ് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, ഡ്രസ്സപ്പ് മീൻസ് ടു വെയർ ഫോർമൽ ക്ലോത്ത്സ് ഓർ മേക്ക് യുവർ സെൽഫ് ലുക്ക് ബെറ്റർ. നമ്മൾ തന്നെ കുറച്ചുകൂടി നല്ല ബെറ്റർ ലുക്കിൽ കുറച്ചൊന്ന് റെഡിയായി ഒരുങ്ങിയിട്ടൊക്കെ വരുന്നതാണ് ഡ്രസ്സപ്പ്. എക്സാമ്പിൾ, ഷീ ലൈക്സ് ടു ഡ്രസ്സപ്പ് ഫോർ സ്പെഷ്യൽ ഒക്കേഷൻസ്. അവൾക്ക് എന്താണ്, സ്പെഷ്യൽ ഒക്കേഷൻസിനായിട്ട് ഡ്രസ്സപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്താണ് ഡ്രസ്സപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫോർമലായിട്ടോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയറിനൊക്കെ പറ്റുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നതിനെയാണ് ഡ്രസ്സപ്പ് എന്ന് പറയുക. അടുത്തത് ഡ്രോപ്പ് ഓഫ്. എന്താണ് ഡ്രോപ്പ് ഓഫ്, ടു ടേക്ക് സംവൺ ഓർ സംതിങ് ടു എ പെർട്ടിക്കുലർ പ്ലേസ്. എന്താണ്, നമ്മൾ ഡ്രോപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കില്ലേ, അത് തന്നെയാണ്. ഓക്കെ, ക്യാൻ യു പ്ലീസ് ഡ്രോപ്പ് മീ, എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കില്ലേ, അതാണ് ടു ടേക്ക് സംവൺ ഓർ സംതിങ് ടു എ പെർട്ടിക്കുലർ പ്ലേസ്. ഒരാളെ ഒരു സ്ഥലത്തേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരാളെ കൊണ്ടാക്കുക, അതാണ് ഡ്രോപ്പ് ഓഫ്. ഓക്കെ, ഡ്രോപ്പ് ഓഫ്. ശരിക്കും ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഓഫ് ആണ്, പക്ഷെ നമ്മൾ പൊതുവെ ഡ്രോപ്പ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ശരിക്കും അതെന്താണ്, ഡ്രോപ്പ് ഓഫ് ആണ്. ഓക്കെ, ഡ്രോപ്പ് ഓഫ്. OFF ഓഫ് ആണ് കേട്ടോ, OFF. ഡ്രോപ്പ് ഓഫ് എന്നുള്ളത് OFF ആണ്. ഇനി എൻഡ് അപ്പ്. അടുത്ത എന്താണ്, എൻഡ് അപ്പ് എന്താണ്, ടു ഫൈനലി റീച്ച് ഓർ ഡു സംതിങ്. ഫൈനലി നമ്മൾ എത്തി, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് കഴിഞ്ഞു.
ഇപ്പോൾ ഒരു എൻഡാവുക, ഒരു അവസാനമാവുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു, ഓക്കെ, നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തി, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എൻഡ് അപ്പ്. ഓക്കെ, എൻഡ് അപ്പ് എന്ന് വെച്ചാൽ ഫൈനലി റീച്ച് ഓർ ഡു സംതിങ്. ഓക്കെ, കുറേ നേരം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു കാര്യം കംപ്ലീറ്റ് ആക്കി. ഇനിയാണ് എൻഡ് അപ്പ് എന്ന് പറയുക. എക്സാമ്പിൾ, ദേ എൻഡഡ് അപ്പ് സ്റ്റേയിങ് ഹോം ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു പാർട്ടി. എന്താണ്, പാർട്ടിക്ക് പോകുന്നതിന് പകരം അവരെന്ത് ചെയ്തു, എൻഡഡ് അപ്പ് സ്റ്റേയിങ് ഹോം, വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് അവസാനം തീരുമാനിച്ചു. കുറേ ആലോചിച്ചു പാർട്ടിക്ക് പോകണോ വീട്ടിലിരിക്കണോ എന്നുള്ളത്. ആൻഡ് ഫൈനലി എന്ത് ചെയ്തു, അവർ ഒരു തീരുമാനത്തിലെത്തി, വീട്ടിലിരിക്കാം, പോകണ്ട. ഓക്കെ, ദെൻ fall apart. Fall apart. എന്താണ് fall apart? To break into pieces or fail completely. എന്താണ്, മൊത്തത്തിൽ പൊട്ടിച്ചെതറി പോവുക, അല്ലെങ്കിൽ മൊത്തമായിട്ട് തോറ്റു പോവുക. ഓക്കെ, ഫെയിൽ കംപ്ലീറ്റ്ലി, മൊത്തത്തിൽ നമ്മൾ അടപടലമായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തീർന്നു, എല്ലാം തീർന്നു. ആ രീതിയിൽ ബ്രേക്ക് ഇൻ ടു പീസസ്, നമ്മൾ പാർട്സ് ആയിട്ട് പൊട്ടിച്ചിതറിപ്പോയി എന്നൊക്കെ പറയുന്നതാണ് fall apart. ഓക്കെ, fall apart. The old car finally fell apart after years of use. നമ്മൾ വർഷങ്ങളോളം ഉപയോഗിച്ച കാർ അവസാനം എന്ത് ചെയ്തു, fell apart എന്ന് വെച്ചാൽ എന്താണ്, ഇനി അത് ഉപയോഗശൂന്യമായി മാറി. ഓക്കെ, മാക്സിമം ആയി, ഇനി എന്ത് ചെയ്യുക, അതിനെ ഉപയോഗശൂന്യമാകുന്ന രീതിയിൽ കളയാനേ പറ്റും. ഓക്കെ, ഫെയിൽ കംപ്ലീറ്റ്ലി, മൊത്തത്തിൽ അത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് പോയി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഡു എവേ വിത്ത്, ഡ്രസ്സപ്പ്, ഡ്രോപ്പ് ഓഫ്, എൻഡ് അപ്പ്, fall apart. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇപ്പോൾ മിനിറ്റിൽ നമുക്ക് ഗവൺമെൻറ് എക്സാംസിൻ്റെ കോച്ചിങ്, എന്താണ് 1-on-1 മെൻറ്റർഷിപ്പ് അടക്കമുള്ള ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ് എല്ലാം ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ഗവൺമെൻറ് എക്സാംസിൻ്റെ എല്ലാം കോച്ചിങ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ HN003 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ഫിൽ ഇൻ. എന്താണ് ഫിൽ ഇൻ? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് മിസ്സിംഗ് ഓർ ഇൻകംപ്ലീറ്റ്. ഒരു മിസ്സിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഫിൽ ഇൻ. ഓക്കെ, എക്സാമ്പിൾ നോക്കി, ഐ ഹാഡ് ടു ഫിൽ ഇൻ ദ മിസ്സിംഗ് ഡീറ്റെയിൽസ് ഓൺ ദ ഫോം. ഫോമിൽ കുറേ മിസ്സിംഗ് ഡീറ്റെയിൽസ് ഉണ്ട്, അത് ഫിൽ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് മിസ്സിങ് ഓർ ഇൻകംപ്ലീറ്റ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതോ മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവസാനം ഒന്ന് കൂട്ടിച്ചേർക്കില്ലേ, അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയില്ലേ കൂട്ടിച്ചേർക്കുക. നമ്മളൊരു കാര്യം എഴുതി കഴിഞ്ഞു, പക്ഷെ എന്തൊക്കെയോ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ട്, അതിനകത്ത് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അത് ആഡ് ഓൺ ചെയ്തു, കൂട്ടിച്ചേർത്ത് എഴുതി അത് കംപ്ലീറ്റ് ചെയ്തു, അതാണ് ഫിൽ ഇൻ. ഓക്കെ, ഫിൽ ഇൻ. ദെൻ ഫൈൻഡ് ഔട്ട്. ഫൈൻഡ് ഔട്ട് എന്താണ് ഫൈൻഡ് ഔട്ട്? ടു ഡിസ്കവർ ഓർ ലേൺ സംതിങ്. ടു ഡിസ്കവർ ഓർ ലേൺ സംതിങ്, ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുക. ഓക്കെ, ഒരു കാര്യം പഠിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട്. ഫൈൻഡ് ഔട്ട് സംതിങ്. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടെത്താം. ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ടൈം ദ മൂവി സ്റ്റാർട്ട്സ്. ഞാൻ പോയിട്ട് മൂവി എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് വരാം, കണ്ടെത്തിയിട്ട് വരാം. ഗെറ്റ് എലോങ്. ഗെറ്റ് എലോങ് എന്താണ്? ടു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് സം വൺ. ഒരാളായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. എക്സാമ്പിൾ, ഐ ഗെറ്റ് എലോങ് വെൽ വിത്ത് മൈ കൊളീഗ്സ്. ഞാൻ എൻ്റെ കൊളീഗ്സൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധമാണ് കീപ്പ് ചെയ്യുന്നത്. അതാണ് ഗെറ്റ് എലോങ്. ഐ ഹാവ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് സം വൺ. നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം എപ്പോഴും എല്ലാവരുമായിട്ട് കീപ്പ് ചെയ്യുക. ഗെറ്റ് എലോങ്. ഗെറ്റ് എവേ. ഗെറ്റ് എവേ എന്താണ്? ടു എസ്കേപ്പ് ഓർ ടേക്ക് എ ബ്രേക്ക് ഫ്രം സംതിങ്. ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു പോരുക, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, കുറേ നാളായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്ത് ടയർഡ് ഓഫ് ആയി, ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടൊന്ന് മാറി നിൽക്കുക, കുറച്ചാളൊന്ന് അകന്ന് നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുക, ഗെറ്റ് എവേ. ഗെറ്റ് എവേ ഫ്രം സംതിങ്. എക്സാമ്പിൾ എന്താ? ഐ നീഡ് ടു ഗെറ്റ് എവേ ഫ്രം വർക്ക് ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് നാൾ ജോലിയിൽ നിന്ന് എനിക്കൊന്ന് മാറി നിൽക്കണം, കുറച്ചാളൊന്ന് ലീവ് എടുത്തൊന്ന് മാറി നിൽക്കണം, ടു മേക്ക് മൈ മൈൻഡ് ഫ്രഷ്. അല്ലേ, ഒന്ന് ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്യാനൊന്ന് മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി കുറച്ച് നാളൊന്ന് ലീവ് എടുത്ത് മാറി നിൽക്കാം എന്നുള്ളതാണ് ഗെറ്റ് എവേ ഫ്രം സംതിങ്. ഓക്കെ, ഒരു കാര്യത്തിൽ നിന്ന് കുറച്ച് നാളൊന്ന് മാറി നിൽക്കുക. ഗെറ്റ് ബാക്ക്. ഗെറ്റ് ബാക്ക് എന്താണ്? ടു റിട്ടേൺ ടു എ പ്ലേസ് ഓർ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയിലേക്കോ ഒരു പ്ലേസിലേക്കോ തിരിച്ചു പോവുക. ഇപ്പം ഗെറ്റ് എവേ എന്ന് പറഞ്ഞു, നമ്മൾ അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞു. ഗെറ്റ് ബാക്ക് എന്താണ്? വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, അവിടേക്ക് തിരിച്ചു പോവുക, ഒരു ആക്ടിവിറ്റി നിർത്തി വെച്ചത് പിന്നെയും തുടങ്ങുക, അതാണ്
ഗെറ്റ് ബാക്ക് സംതിങ്, ഗെറ്റ് ബാക്ക് ടു, ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു മൈ സ്റ്റഡീസ് എന്നൊക്കെ വെച്ചാൽ ഞാൻ പഠനത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഓക്കെ, ഗെറ്റ് ബാക്ക്, ടു റിട്ടേൺ ടു എ പ്ലേസ് ഓർ ആക്ടിവിറ്റി. എക്സാമ്പിൾ എന്താ? ഹി വിൽ ഗെറ്റ് ബാക്ക് ടു വർക്ക് ഓൺ മൺഡേ വർക്കിലേക്ക് അവൻ തിരിച്ചു വരും. ഓക്കെ ആണല്ലോ. സോ ഫിൽ ഇൻ, ഫൈൻഡ് ഔട്ട്, ഗെറ്റ് അലോങ്, ഗെറ്റ് അവേ, ഗെറ്റ് ബാക്ക്. അടുത്ത് ഗെറ്റ് ബൈ എന്താണ്? ടു മാനേജ്, ടു ലിവ് ഓർ ഡു സംതിങ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ദേ വർ ഏബിൾ ടു ഗെറ്റ് ബൈ ഓൺ വെരി ലിറ്റിൽ മണി. നമ്മൾ ചെറിയൊരു റിസോഴ്സ് ഉപയോഗിച്ചിട്ട്, ചെറിയൊരു വരുമാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതം നമ്മൾ മാനേജ് ചെയ്തു പോകുന്നു. അതാണ് ഗെറ്റ് ബൈ. ഗെറ്റ് ബൈ എന്ന് വെച്ചാൽ നമുക്കുള്ളൊരു വരുമാനത്തിൽ നിന്ന്, ചെറിയൊരു തുച്ഛമായ വരുമാനത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്തു പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഗെറ്റ് ബൈ വരുന്നത്. ഓക്കെ, they were able to get by on very little money. ചെറിയൊരു പൈസയിൽ തന്നെ അവർ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകാൻ എന്താണ്, ഏബിളാണ്, അവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ അടുത്തത് ഗെറ്റ് ഓഫ് എന്താണ്? ടു ലിവ് എ വെഹിക്കിൾ ഓർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. വി നീഡ് ടു ഗെറ്റ് ഓഫ് ദ ട്രെയിൻ അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഏതെങ്കിലും നമ്മളൊരു വാഹനത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നതാണ്. ഓക്കെ, ട്രെയിനിൽ നിന്ന് ഇറങ്ങുക, ദെൻ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇറങ്ങുന്നതിനെ പറ്റിയാണ്, ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ ലീവ് ചെയ്യുന്നതാണ് ഗെറ്റ് ഓഫ്. ഒരു വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതാണ് ഗെറ്റ് ഓഫ്. ഓക്കെ, ക്ലൈംബ് അപ്പ് എന്ന് പറഞ്ഞാൽ കയറുക, ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. എക്സാമ്പിൾ, വി നീഡ് ടു ഗെറ്റ് ഓഫ് ദ ട്രെയിൻ അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഓക്കെ, അടുത്ത ഗെറ്റ് ഓൺ എന്താണ്? ടു ബോർഡ് എ വെഹിക്കിൾ ഓർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഒരു കാര്യത്തിൽ കയറുക. ഓക്കെ, ഒരു വാഹനത്തിലേക്ക് കയറുന്ന എന്താണ്? ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ വാഹനത്തിലേക്ക് കയറുക. എക്സാമ്പിൾ, വി നീഡ് ടു ഗെറ്റ് ഓൺ ദ ബസ് ബിഫോർ ഇറ്റ് ലീവ്സ്. എന്താണ്? ബസ് പോകുന്നതിന് മുന്നേ, നഷ്ടപ്പെട്ടു പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ബസ്സിലേക്ക് കയറണം. ഇനി ഗെറ്റ് ഔട്ട് എന്താണ്? ടു ലീവ് എ പ്ലേസ് ഓർ സിറ്റുവേഷൻ. ഒരവസ്ഥയിൽ നിന്നോ ഒരു സ്ഥലത്ത് നിന്നോ നമ്മൾ പുറത്തേക്ക് പോവുക, ലീവ് ചെയ്യുക, അതാണ് ഗെറ്റ് ഔട്ട്. ഐ നീഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് മീറ്റിംഗ്. ഈ ഒരു മീറ്റിങ്ങിൽ നിന്നും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കണം. ഓക്കെ, അതാണ് ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഓവർ എന്താണ്? ടു റിക്കവർ ഫ്രം ആൻ ഇൽനെസ് ഓർ ഇമോഷണൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഗെറ്റൊക്കെ വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ഒക്കെ യൂഷ്വലി നമുക്ക് ഇഷ്ടം പോലെ എക്സാംസിന് കാണാറുള്ളതാണ്. ഇപ്പോൾ ഗെറ്റ് വെച്ചിട്ടുള്ളത് എന്തായാലും പഠിക്കാൻ മറക്കരുത്. ഗെറ്റ് വെച്ചിട്ട് കുറേ ഫ്രേസൽ വെർബ്സ് വരുന്നുണ്ടല്ലോ, എല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക. ടു റിക്കവർ ഫ്രം ആൻ ഇൽനെസ് ഓർ ഇമോഷണൽ എക്സ്പീരിയൻസ്. ഒരു അസുഖത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വയ്യായികയിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വരുന്നതാണ് ഗെറ്റ് ഓവർ, റിക്കവറായി എന്നുള്ളതാണ്. ഇറ്റ് ടുക്ക് ഹിം എ ലോങ് ടൈം ടു ഗെറ്റ് ഓവർ ഹിസ് ബ്രേക്കപ്പ്. എന്താണ്? അവൻ ബ്രേക്കപ്പിൽ നിന്നും റിക്കവർ ആവാൻ കുറേ സമയം വേണ്ടി വന്നു. സോ ഗെറ്റ് ബൈ, ഗെറ്റ് ഓഫ്, ഗെറ്റ് ഓൺ, ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ഓവർ എല്ലാം ഗെറ്റ് വെച്ചിട്ടുള്ളതാണ്, പഠിക്കുക. അടുത്തത് ഗിവ് അപ്പ് എന്താണ്? ടു ഡു സംതിങ്, ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ഓർ ട്രൈങ് ടു അച്ചീവ് സംതിങ്. ഒരു കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു, നിർത്താൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ എന്താണ്, ഒരു കാര്യം നമ്മൾ നേടാൻ തീരുമാനിച്ചു. ഓക്കെ, ഷീ ഡിസൈഡഡ് ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. എന്താണ്? സ്മോക്കിംഗ് നിർത്താനായിട്ട് അവൾ തീരുമാനിച്ചു. ഗോ എഹെഡ് എന്താണ്? ടു പ്രൊസീഡ് ഓർ ടു കണ്ടിന്യൂ വിത്ത് സംതിങ്. ഓക്കെ, ഗോ എഹെഡ് എന്ന് വെച്ചാൽ എന്താ? ഓ ശരി, നീ ഇപ്പം എന്താണോ ചെയ്യുന്നത് അത് തുടർന്നോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയുന്നതാണ്. യു ക്യാൻ ഗോ എഹെഡ് ആൻഡ് സ്റ്റാർട്ട് ദ പ്രസൻറ്റേഷൻ. എന്താണ്? നീ പൊക്കോളം മുന്നോട്ട് പോയി നിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യൂ. അടുത്ത ഗോ ഔട്ട് എന്താണ്? ടു ലീവ് വൺസ് പ്ലേസ് ഓർ ഹോം, ടു ഗോ സംവെയർ, യൂഷ്വലി ഫോർ സോഷ്യൽ റീസൺസ്. ഓക്കെ, സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ റീസൺസിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഗോ ഔട്ട്. എക്സാമ്പിൾ എന്താ? വി ആർ പ്ലാനിങ് ടു ഗോ ഔട്ട് ഫോർ ഡിന്നർ ടു നൈറ്റ്. നമ്മളിന്ന് രാത്രി ഡിന്നറിന് പുറത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഗ്രോ അപ്പ് എന്താണ്? ടു ബിക്കം ആൻ അഡൾട്ട് ഓർ മെച്യൂർ. ഒരു അഡൾട്ട് ആവുക അല്ലെങ്കിൽ മെച്യൂർഡ് ആവുക എന്നുള്ളതാണ് ഗ്രോ അപ്പ്. എക്സാമ്പിൾ, ഹി നീഡ് ടു ഗ്രോ അപ്പ് ആൻഡ് സ്റ്റാർട്ട് ടോക്കിംഗ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? കുറച്ചുകൂടെ വളർന്ന് റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങേണ്ടതുണ്ട്. ദെൻ ഹാൻഡ് ഔട്ട് എന്താണ്? ടു ഡിസ്ട്രിബ്യൂട്ട് സംതിങ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് എന്തെങ്കിലും ഒരു കാര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അതാണ് ഹാൻഡ് ഔട്ട്. ഓക്കെ, ഷീ ഹാൻഡഡ് ഔട്ട് ദ ബ്രോഷേഴ്സ് അറ്റ് ദ കോൺഫറൻസിൽ എല്ലാവർക്കും ബ്രോഷർ കൊടുത്തു.
അടുത്ത് ഹാങ് അപ്പ് എന്താണ്? ടു എൻഡ് എ ഫോൺ കോൾ. ഒരു ഫോൺ കോൾ നിർത്തുന്നതിനാണ് ഹാങ് അപ്പ് എന്ന് പറയുക. ഹി ഹങ് അപ്പ് ഓൺ മീ ബിഫോർ ഐ കുഡ് ഫിനിഷ് സ്പീക്കിംഗ്. ഞാൻ സംസാരിച്ചിരുന്നതിന് മുന്നേ അവൻ ഫോൺ വെച്ചു. ദെൻ ഹോൾഡ് ഓൺ എന്താണ്? ടു വെയിറ്റ് ഓർ പോസ് ഫോർ എ മൊമെൻറ്റ്. ഒരു മൊമെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോസ് ചെയ്യുക. ഇതാണ് ഹോൾഡ് ഓൺ. ജസ്റ്റ് ഹോൾഡ് ഓൺ എന്നൊക്കെ പറയില്ലേ, പ്ലീസ് ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് നിർത്ത്, ഹോൾഡ് ഓൺ. പ്ലീസ് ഹോൾഡ് ഓൺ വൈൽ ഐ ട്രാൻസ്ഫർ യുവർ കോൾ. ഞാനൊന്ന് കോൾ ട്രാൻസ്ഫർ ചെയ്യട്ടെ, പ്ലീസ് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യൂ. കീപ്പ് അപ്പ് എന്താണ്? ടു മെയിൻറ്റെയിൻ എ സർട്ടൻ ലെവൽ ഓഫ് പേസ്. ഒരു സർട്ടൻ ലെവലോ അല്ലെങ്കിൽ ഒരു പേസ് എന്ന് വെച്ചാൽ ഒരു സ്പീഡോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് കീപ്പ് ഇറ്റ് അപ്പ് എന്നൊക്കെ വെച്ചാൽ എന്താണ്? ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകൂ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് അപ്പ് വിത്ത് യുവർ സ്റ്റഡീസ്. എന്താണ്? പഠനം തുടരുക. നോക്ക് ഔട്ട് എന്താണ്? ടു ഡിഫീറ്റ് ഓർ റെൻഡർ അൺകോൺഷ്യസ്. ടു ഡിഫീറ്റ് ഓർ റെൻഡർ അൺകോൺഷ്യസ്. അതാണ് എന്ത്? നോക്ക് ഔട്ട്. എക്സാമ്പിൾ, ദ ബോക്സർ നോക്ക്ഡ് ഔട്ട് ഹിസ് ഒപ്പോണൻറ്റ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട്. എന്താണ്? ദ ബോക്സർ നോക്ക്ഡ് ഔട്ട് ഹിസ് ഒപ്പോണൻറ്റ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട്. ഒരാളെ എന്താണ്? ഒപ്പോണൻറ്റിനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തോൽപ്പിച്ചു, ഡിഫീറ്റ് ചെയ്തു. ദെൻ ലുക്ക് ആഫ്റ്റർ എന്താണ്? ടു ടേക്ക് കെയർ ഓഫ് സംവൺ ഓർ സംതിങ്. ഒരാളെ നോക്കി ശുശ്രൂഷിക്കുക, പരിപാലിക്കുക, അതൊക്കെയാണ് ലുക്ക് ആഫ്റ്റർ. സാധാരണ ചിൽഡ്രൻ ഒക്കെയാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഷീ ലുക്സ് ആഫ്റ്റർ ഹർ യങ്ങർ സിബ്ലിങ്സ്. അവൾ ഇളയ സിബ്ലിങ്സിനെ അവളാണ് നോക്കുന്നത്. ലുക്ക് ആഫ്റ്റർ. സോ ഹാങ് അപ്പ്, ഹോൾഡ് ഓൺ, കീപ്പ് അപ്പ്, നോക്ക് ഔട്ട് ആൻഡ് ലുക്ക് ആഫ്റ്റർ. അടുത്തത് ലുക്ക് അപ്പ് എന്താണ്? ടു സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഇൻ എ റെഫറൻസ് സോഴ്സ്. ഐ നീഡ് ടു ലുക്ക് അപ്പ് ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്. എനിക്ക് ആ വേർഡിൻ്റെ മീനിങ് ഒന്ന് നോക്കണം. ഓക്കെ, സെർച്ച് ഫോർ സംതിങ്, ഒന്ന് നോക്കിയിട്ട് പറയാം, ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം എന്നുള്ളതാണ്. മേക്കപ്പ് എന്താണ്? ടു ഇവെൻറ്റ് ഓർ ഫാബ്രിക്കേറ്റ് സംതിങ് ഓർ ടു റീകൺസൈൽ ആഫ്റ്റർ ആൻ ആർഗ്യുമെൻറ്റ്. ഹി മെയ്ഡ് അപ്പ് എ സ്റ്റോറി ടു എക്സ്പ്ലെയിൻ ഹിസ് ആബ്സെൻസ്. എന്താണ്? ഒന്ന് ഫാബ്രിക്കേറ്റ് ചെയ്യുക, കുക്കപ്പ് ചെയ്യുക. ഒരു കാര്യം ഇല്ലാത്തൊരു കാര്യം എന്താണ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കി പറയുക. ഒരു ആബ്സെൻസിനെ പറ്റി, ലീവായിരുന്നു, ഒരു കാരണം എന്ത് ചെയ്യുക, ഉണ്ടാക്കി പറയുക. മനഃപൂർവ്വമായിട്ട് നമ്മൾ ഉണ്ടാക്കി പറയുന്നതാണ് എന്ത്? മേക്കപ്പ്. ഓക്കെ, ഇനി മെസ്സപ്പ് എന്താണ്? ടു മേക്ക് എ മിസ്റ്റേക്ക് ഓർ ക്രിയേറ്റ് എ മെസ്. ഒരു മിസ്റ്റേക്ക് ചെയ്യുക. ടു മേക്ക് എ മിസ്റ്റേക്ക് ഓർ ക്രിയേറ്റ് എ മെസ്. എന്താണ്? ഒരു മിസ്റ്റേക്ക് ചെയ്തു അല്ലെങ്കിൽ എന്താണ് അവിടെ ആകെ അലങ്കോലമാക്കി, ക്രിയേറ്റ് എ മെസ്. ഓക്കെ, ഐ ആക്സിഡൻ്റലി മെസ്ഡ് അപ്പ് ദ റിപ്പോർട്ട്. ആക്സിഡൻ്റലി അറിയാതെ എന്ത് ചെയ്തു? റിപ്പോർട്ടെല്ലാം മെസ്ഡ് അപ്പ് ചെയ്തു, മൊത്തം മിസ്റ്റേക്ക് ആക്കി വെച്ചേക്കാണ്, ആകെ മൊത്തം അറിയാതെ തെറ്റി പോയി. പാസ് എവേ, ടു ഡൈ. ഓക്കെ, ഇപ്പം നമ്മൾ വലിയ ആളുകളൊക്കെ ആണെങ്കിൽ മരിച്ചു എന്നുള്ള ഡൈ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പാസ്ഡ് എവേ, ഹി പാസ്ഡ് എവേ എന്നൊക്കെ പറയും. ഹർ ഗ്രാൻഡ് ഫാദർ പാസ്ഡ് എവേ ലാസ്റ്റ് വീക്ക്. അവളുടെ ഗ്രാൻഡ് ഫാദർ ലാസ്റ്റ് വീക്ക് പാസ്ഡ് എവേ ചെയ്തു. പേ ബാക്ക് എന്താണ്? ടു റിട്ടേൺ മണി ദാറ്റ് ഈസ് ഓവ്ഡ്. ഓക്കെ, വാങ്ങിയ ഒരു പൈസ തിരിച്ചു കൊടുക്കുക. ഹി പ്രോമിസ്ഡ് ടു പേ ബാക്ക് ദ ലോൺ ബൈ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ലോൺ തിരിച്ചടയ്ക്കാമെന്ന് അയാൾ പറഞ്ഞു. ഇനി പിക്കപ്പ് എന്താണ്? ടു ലിഫ്റ്റ് ഓർ കളക്ട് സംതിങ് ഓർ ടു ഇംപ്രൂവ് ഓർ ലേൺ സംതിങ് ക്വിക്ക്ലി. പെട്ടെന്ന് ഒരു കാര്യം പഠിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യം എന്താണ് ലിഫ്റ്റ് ചെയ്യുക, എടുത്ത് പൊക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം പെട്ടെന്നൊന്ന് കളക്ട് ചെയ്യുക. ഇതാണ് പിക്കപ്പ് എന്ന്. നീ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തല്ലോ എന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തല്ലോ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഷീ പിക്ഡ് അപ്പ് ദ ബുക്ക് ഫ്രം ദ ടേബിൾ. എന്താണ്? ടേബിളിൽ നിന്ന് ബുക്ക് എടുത്തു. എന്തെങ്കിലും പിക്കപ്പ് ചെയ്തു, ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കാര്യം കളക്ട് ചെയ്യുക, പെട്ടെന്ന് ചെയ്യുന്നതാണ്. പോയിൻ്റ് ഔട്ട് സംതിങ് എന്ന് വെച്ചാൽ എന്താ? ടു ഡ്രോ അറ്റൻഷൻ ഓർ സംതിങ് ഓർ സംവൺ. ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരാളെയോ പെട്ടെന്നൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് അയാളെ കാണിച്ചു തരുന്നതാണ്. എക്സാമ്പിൾ, ഹി പോയിൻറ്റഡ് ഔട്ട് ദ മിസ്റ്റേക്ക് ഇൻ ദ റിപ്പോർട്ടിലെ മിസ്റ്റേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തു. ഇനി പുട്ട് ഓഫ് എന്താണ്? ടു പോസ്റ്റ്പോൺ ഓർ ഡിലേ സംതിങ്. പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെങ്കിൽ ഡിലേ ചെയ്യുക. ഒരു കാര്യം കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക, ഡിലേ ചെയ്യുക. ദ ഡിസൈഡഡ് ടു പുട്ട് ഓഫ് ദ മീറ്റിംഗ് അണ്ടിൽ നെക്സ്റ്റ് വീക്ക്. അടുത്ത മാസം വരെ നമ്മൾ മീറ്റിംഗ് മാറ്റി വെച്ചിരിക്കുന്നു, പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. ഇനി പുട്ട് അപ്പ് വിത്ത് എന്താണ്? ടു ടോളറേറ്റ് ഓർ എൻജോയ് സംതിങ് അൺപ്ലസൻറ്റ് ആയിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ടോളറേറ്റ് ചെയ്യുന്നു, നമ്മളത് സഹിക്കുന്നു. എൻജോയ് എന്ന് വെച്ചാൽ സഹിക്കുക. നമ്മളൊരു കാര്യം, മോശമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളത് സഹിക്കുന്നു എന്നുള്ളതാണ് പുട്ട് അപ്പ് വിത്ത്.
എക്സാമ്പിൾ ഷി കാൺഡ് പുട്ട് അപ്പ് വിത്ത് നോയ്സ് ഫ്രം ദ കൺസ്ട്രക്ഷൻ സൈറ്റ് എനിമോർ. എന്താണ്? ഷി കാൺഡ് പുട്ട് അപ്പ് വിത്ത് ദ നോയ്സ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് വരുന്ന നോയ്സ് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റീഡ് ഔട്ട്. റീഡ് ഔട്ട് എന്താണ്? ടു റീഡ് അലൗഡ്, ഉറക്കെ വായിക്കുക. ഷീ റെഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ വിന്നേഴ്സ്. വിന്നേഴ്സിൻ്റെ പേര് അവൾ ഉറക്കെ വായിച്ചു എന്നുള്ളതാണ്. ഓക്കെ, യെസ്. സോ ഇത്രയും എന്താണ് 50 ഫ്രേസൽ വെർബ്സ് നമ്മൾ പഠിച്ചു, അതിൻ്റെ മീനിങ്ങും എക്സാമ്പിൾ സെൻറ്റൻസും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, ഇപ്പോൾ 50 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 50 എണ്ണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 50 എണ്ണം അപ്പോഴേക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഈ 50 എണ്ണം നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക, മീനിങ്സ് മനസ്സിലാക്കുക. ഫ്രേസൽ വെർബ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് എക്സാമിനുണ്ടാവും. ഏത് PS എക്സാം ഇംഗ്ലീഷുള്ളതാണെങ്കിലും അതിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഫ്രേസൽ വെർബിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ദിവസം 3 or 5 വെച്ചിട്ട് നിങ്ങൾ ഫ്രേസൽ വെർബ് പഠിക്കുക. മറക്കരുത്, ഈ ഒരു 50 എണ്ണം നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഇതിൽ നിന്ന് 3 എണ്ണം 5 എണ്ണം വെച്ചിട്ടൊക്കെ പഠിച്ചു പോയിക്കോളൂ. എക്സാം ആകുമ്പോഴത്തേക്കും ആ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത 50 ഫ്രേസൽ വെർബ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ സെഷനായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.